മഴതോരും മുമ്പേയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിനും അപ്പച്ചനും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്നത് ഈ ബാലചന്ദ്രൻ വന്നതിനെ പറ്റിയും സ്റ്റാൻലിയുടെ ജീവിതത്തിൽ ഉണ്ടായ പഴയ കാലത്തെ പറ്റിയൊക്കെയാണ്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അന്ന് അപ്പച്ചനും കൊല്ലപ്പള്ളിക്കാരും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ധാരണയോ, നീ എന്താ പറയണേ, ഗൂഢാലോചനയൊന്നും ഞങ്ങളൊന്നും നടത്തിയിരുന്നില്ല എന്ന് അപ്പച്ചൻ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചന് ഒരിക്കലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പച്ചൻ അവരുമായിട്ട് കൂട്ടുനിന്ന് എന്നെ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിൽക്കുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ അപ്പച്ചൻ പറയും, ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് കാര്യം, ഒരു ദിവസം വൈജയന്തിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ വന്നപ്പോൾ നിങ്ങളുടെ സമ്മതത്തോടെയാണോ സ്റ്റാൻലിയും വൈജയന്തി ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. എനിക്ക് തീരെ താല്പര്യമില്ല എന്നും ഞാൻ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അത്രമാത്രം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, പിന്നെ ആരാ, ഞാൻ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ വൈജയന്തി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അവർ വിളിച്ചറിയിച്ചത് ആരാ, അത് അപ്പച്ചനല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമല്ല, അവരിവിടെ എന്നെ വിളിച്ചിരുന്നു, സ്റ്റാൻലി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ വന്നിട്ടുണ്ട്, അവൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാന്നും അവൻ ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ എന്നും ഞാൻ പറഞ്ഞു. അത് പറഞ്ഞതാ, ഞാൻ സത്യമാണ് പറയണേന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ അന്ന് എനിക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അതിൽ എൻ്റെ കൂടെ വന്ന ജോർജ് മരിക്കുകയും ഞാൻ കോമ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ടും ആ കേസിന് വലിയ ഗൗരവം, അത് നടത്താനായിട്ടൊരു ഗൗരവം പോലും അപ്പച്ചൻ കാണിച്ചില്ല. അതെന്തുകൊണ്ടായിരുന്നു? അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അത് എനിക്ക് നിൻ്റെ ജീവനായിരുന്നു ഏറ്റവും വലുത്. പിന്നെ ആ വണ്ടി ഓടിച്ചത് ആരായിരുന്നെന്നോ ആ വണ്ടി ഏതായിരുന്നെന്നോ എന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നീ ആണെങ്കിൽ ICUവിലും വെൻറ്റിലേറ്ററിലും ഒക്കെ ആയി മാറി മാറി കിടക്കുമല്ലായിരുന്നു. അപ്പോൾ അന്നേരം അതിൻ്റെ തിരക്കിൽ ഞാനത് വിട്ടുപോയി. പിന്നെ അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് വൈജയന്തിയുടെ വീട്ടുകാരെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ടെന്നും ഞാൻ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും ആലോചിക്കുമ്പോൾ എനിക്ക് പല ഉത്തരങ്ങളും കിട്ടുന്നുണ്ടെന്നും പറയുവാണ്. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, ഇനി അങ്ങനെ ഒരു കുട്ടി അവളിൽ നിനക്കുണ്ടെങ്കിലും നീ അതിപ്പോൾ 23 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഒരു കല്യാണം കഴിഞ്ഞ് അത് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള പ്രായം ഉണ്ടാവും. ഇനിയിപ്പോൾ നീ അതിനെ ഏറ്റെടുത്താലും അതൊക്കെ ഭയങ്കര ബാധ്യതയാവും നിനക്ക് എന്നൊക്കെ അപ്പച്ചൻ ഇങ്ങനെ സ്റ്റാൻലിനോട് ഉപദേശിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, എനിക്ക് അന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുവാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഇത് കേട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനേനെയും ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ റൂമിൽ ചായയായിട്ട് പത്രം കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന പത്രം വായിച്ചുകൊണ്ടിരിക്കും വരുവാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി നീ പത്രം വായിക്കണോ, എനിക്കിങ്ങോട്ട് ഞാനല്ലേ നോക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവരിങ്ങനെ കുശലമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയ്യെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് സംശയത്തോടുകൂടി, അച്ഛൻ പറഞ്ഞ കക്ഷിയുടെ കോള് വന്നായിരുന്നോ, ഇനി അത് വെയിറ്റ് ചെയ്യണ്ട അച്ഛാ, അതങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ എന്ന് ബാലനോട് ചോദിക്കണം. അപ്പോൾ ബാലൻ ചോദിക്കും, എന്താ നീ പറഞ്ഞോ, ദേഷ്യപ്പെടേണ്ടാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും എന്ന് പറയും. അപ്പോൾ അലീന പറയുകയാണെങ്കിൽ ഞാൻ കഴക്കൂട്ടത്തെ കോൺവെൻറ്റിലേക്ക് പോയിക്കോട്ടെ, അവിടെ ഒരു ആയയുടെ ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ ബാലൻ ഇങ്ങനെ ചോദിക്കും, ആയയുടെയോ, അവിടെ എന്താ നിൻ്റെ ജോലി എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അവിടെ UKG LKG കുട്ടികളെ നോക്കാനാണ്, അവിടെ ഒരു സ്കൂള് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ കുട്ടികളെ നോക്കാനായിട്ടാണ് ഒരു ആയയുടെ ആവശ്യം എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക, ആ കക്ഷിയുടെ ഫോൺ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അതിന് ശേഷം നമുക്ക് പോണോ വേണ്ടേന്നൊക്കെ നോക്കാമെന്ന് പറയും. അപ്പോൾ അലീന അച്ഛനോട് പറയും, ദിവസങ്ങൾ എത്രയാണ് കഴിഞ്ഞു പോണത്, പോകാനായിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്ക് പറ്റണില്ലല്ലോ അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും ബാലന് ദേഷ്യം വരും. ബാലൻ പറയും, ഇത്ര ധൃതി എന്നാൽ നിനക്ക് പോകാൻ, അത്രയ്ക്ക് നീ ഇവിടെ ഇഷ്ടപ്പെടാതായോ, എന്നാൽ നീ എവിടെയെങ്കിലും എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ഞാൻ പോവാതെ മാഡം വരില്ല അച്ഛാ എന്ന് പറയുമ്പോൾ ബാലൻ പറയും, നിൻ്റെ മാഡം ആര് വന്ന, അവളിവിടെ വന്നിട്ട് എന്തിനാ, അവളിവിടെ വന്നു കഴിഞ്ഞാൽ അവൾ ഇക്ഷ ഇണ്ണാന്ന് വരയ്ക്കും, അതാ ഉണ്ടാവാൻ പോണേ എന്നൊക്കെ പറഞ്ഞ്
ബാലൻ ഒരുപാട് അങ്ങനെ ചൂടാവും. അപ്പോൾ അലീന പറയും ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലീന പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആൻ്റപ്പൻ കാറ് കഴുകുകയാണ്. അപ്പോൾ വണ്ടി കഴുകുമ്പോൾ ആൻ്റപ്പൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഇതെന്താണാവോ നമ്മുടെ കാറ് ഇപ്പോൾ കുറേ നാളായല്ലോ എടുത്തിട്ട്, ഇപ്പോൾ ഇവൻ കഴുകിയപ്പോൾ നല്ല കുട്ടപ്പനായി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും ആൻ്റപ്പൻ പറയും ഇത് എവിടെയോ ദൂരയാത്ര പോകാനാണ്, അല്ലാതെ കേണൽ സാറ് ഈ വണ്ടി എടുക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, പാലാകാരം വന്നു പോയ പിന്നെ കേണൽ സാറ് തീ പിടിച്ച പോലെയാണ് നടക്കണേ, അതിൻ്റെ എന്തോ പിറകെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നണേ എന്നൊക്കെ പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാൻലി ഒരു ബാഗൊക്കെ ആയിട്ട് എവിടെയോ പോകാൻ വേണ്ടി വരുവാണ്. അപ്പോൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യത്തിനും ഇങ്ങനെ സർവൻസിന് ഇങ്ങനെ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ 2 ജോലിക്കാരും ഈ സ്റ്റാൻലി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും ഒരു കോള് വരും. അപ്പോൾ കോള് വരുമ്പോൾ ബാലചന്ദ്രൻ എടുക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റാൻലിയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്, 1/2 മണിക്കൂറിനുള്ളിൽ പാലയിലെത്തും, എനിക്ക് ഒരു തെറ്റുപറ്റി, ഞാൻ ഇറങ്ങണേക്ക് മുമ്പ് വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നമ്മൾ തമ്മിൽ ആ ഒരു ഔപചാരികതയുടെ കാര്യമില്ല, ഞാനന്ന് നിങ്ങളെ കാണാൻ വന്നപ്പോഴും ഇങ്ങനെ ഒരു ഔപചാരികതയോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ 1/2 മണിക്കൂറിനുള്ളിൽ പാലയിലെത്തും, ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം, അപ്പോൾ ബാലചന്ദ്രൻ വരുമോ എന്ന് ചോദിക്കും, തിരക്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഇല്ല ഞാൻ എന്തായാലും വരും എന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ, എന്തൊക്കെയാണ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ഒരു ഹോട്ടലിൽ വന്ന് റൂമൊക്കെ എടുത്ത് സെറ്റായി, എന്നിട്ട് ബാലനെ വിളിക്കുകയാണ്. അപ്പോൾ ബാലൻ ഫോൺ എടുത്ത് കഴിയുമ്പോൾ സ്റ്റാൻലി പറയും, ഇങ്ങനെ ഇന്ന ഹോട്ടലാണ്, അറിയോ എന്ന് ചോദിക്കും ഈ ഹോട്ടൽ. അപ്പോൾ ബാലചന്ദ്രൻ പറയും, പിന്നെ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണ്, അപ്പോൾ ഞാനിപ്പോൾ തന്നെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛന് വല്ല ടെൻഷനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഇല്ല നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അല്ല ഞാൻ ചായ കൊണ്ട് വരുന്ന വരെ അച്ഛന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അച്ഛന് എന്തോ ടെൻഷനുണ്ട്, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അച്ഛന് ഒരുപാട് ടെൻഷനായിരുന്നു, അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതെ ഞാൻ എന്തോ മറന്നുപോയി, ഞാൻ റൂം ലോക്ക് ചെയ്തോന്ന് എനിക്ക് സംശയം എന്ന് പറയും. അപ്പോൾ അലീന പറയും, അതിന് അച്ഛൻ ഒരിക്കലും റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതെ അത് ലോക്ക് ചെയ്തിട്ട് എൻ്റെ താക്കോൽ ഞാൻ എവിടെ വെച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ അലീന അത് നോക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഗോവർദ്ധനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗോവർദ്ധനോട് എത്രയും പെട്ടെന്ന് ഞാനൊരു സ്ഥലം പറയാം, അങ്ങോട്ടേക്ക് വേഗം താൻ വാ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് അലീന ഇതൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് ആ വിവരം പറയാൻ വേണ്ടി താഴേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ വണ്ടി എടുത്തുകൊണ്ട് പോണയാണ് കാണുന്നത്. ഇതിന് ശേഷം നമ്മുടെ അലീന ശരണ്യനെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ശരണ്യ ആകെ പിണക്കത്തിലാണ് നമ്മുടെ അലീനയുടെ അടുത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഫോൺ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞല്ലോ, പോകണ്ട ചേച്ചി ഇവിടുന്ന് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാൻ എവിടെ പോയാലും ഞാൻ നിന്നെ ഓർക്കും, നിന്നെ വിളിക്കും, നിന്നെ കാണാൻ വരും, അത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശരണ്യനോട് പറയും, നീ നിൻ്റെ അമ്മയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ശരണ്യ അമ്മയ്ക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അമ്മേനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ ഹാപ്പി അല്ലേ, അവളെ ആഹാരം ശ്രദ്ധിക്കണം, അവളെ എല്ലാത്തിനുള്ള കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.